നവകേരളം യാഥാർത്ഥ്യമാകുന്നത് ഭേദചിന്തയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കും ആകുമ്പോഴാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തെ പിറകോട്ട് വലിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ തുറന്നുകാട്ടാൻ കലാ സാംസ്കാരിക ലോകത്തിന് കഴിയണമെന്നും മുഖ്യമന്ത്രി. തൃശൂർ നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. 25 കിലോ കഞ്ചാവുമായി 4 ഇതര സംസ്ഥാനക്കാരെ യുവാക്കളെ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശീയപാത പട്ടിക്കാട് കല്ലടുക്കിൽ ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ യാത്രക്കാർ. മഴയിൽ കുഴികൾ രൂപപ്പെട്ടതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. കുട്ടനെല്ലൂരിൽ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് ബൈക്കിലെത്തിയ യുവാവ് 6000 രൂപ കവർന്നു. എരവിമംഗലം സ്വദേശി രാമദാസാണ് തട്ടിപ്പിനിരയായത്. ഉള്ളൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാവക്കാട് നഗരസഭാ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ആനയുടെ ആക്രമണത്തിൽ മരിച്ച യുവാവിന്റെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താതെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചയച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. യൂത്ത് കോൺഗ്രസ് നടപടി അപഹാസ്യമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്. തൃപ്രയാർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് പരിഹാരമാകുന്നു. തർക്കം പരിഹരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം സർവേ നടപടികൾ ആരംഭിച്ചു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. നവകേരളം യാഥാർത്ഥ്യമാകുന്നത് ഭേദചിന്തയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കാനാകുമ്പോഴാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തെ പിറകോട്ട് വലിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ തുറന്നുകാട്ടാൻ കലാ സാംസ്കാരിക ലോകത്തിന് കഴിയണമെന്നും മുഖ്യമന്ത്രി. ഇടതുപക്ഷ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും കലാകാരരുമായി സംവദിക്കുന്ന പരസ്പരം പരിപാടി പുഴയ്ക്കൽ ലുലു കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും ഒക്കെ എതിരെ വലിയ തോതിൽ കേരളീയ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിൽ പഴയ സന്യാസ ശ്രേഷ്ഠന്മാർ വഹിച്ച പങ്കില്ലേ? അതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പങ്ക് പ്രത്യേകം കാണാൻ കഴിയില്ലേ? ഇന്ന് നമ്മുടെ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം വൻതോതിൽ നടത്തുന്നത് വേണ്ട രീതിയിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് നിഷ്കളങ്കരാണ്. നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന ജനവിഭാഗങ്ങളാണ്. ആ ജനവിഭാഗത്തിൻ്റെ അടുത്തേക്ക് പല പേരിൽ എത്തിപ്പെടാൻ ആളുകൾ ശ്രമിക്കുകയാണല്ലോ. നാടിന്റെ മറ്റ് വികസന പുരോഗതി കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമല്ല നവകേരളം യാഥാർത്ഥ്യമാകുന്നത്. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ കേരള സമൂഹത്തെ ഉണർത്താൻ ശ്രീനാരായണ ഗുരു തുടങ്ങിയ സന്യാസ ശ്രേഷ്ഠർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള നവോത്ഥാനത്തിന് കലാസാംസ്കാരിക രംഗത്തുള്ള എല്ലാവരും ക്രിയാത്മകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. വലതുപക്ഷത്തിന് പോലും ഇടതുപക്ഷ സ്വാധീനമുള്ള നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തെ വല്ലാത്ത രീതിയിൽ പുറകോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ വലതുപക്ഷ ശക്തികൾ മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ നടത്തുന്നത്. ഇരുട്ടിന്റെ ആ ശക്തികളെ തുറന്നുകാട്ടാനുള്ള ശ്രമം കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് നിന്നുണ്ടാകണമെന്നും അങ്ങനെ ഭേദചിന്തയില്ലാത്ത സമൂഹമായി കേരളത്തെ നിലനിർത്തണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. സാധാരണ ചട്ടക്കൂടിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാണ് ഇത്തരമൊരവസ്ഥയെ ഫലപ്രദമായി പ്രതിരോധിക്കാനാവുക? പഴയ സമൂഹത്തിന്റെ സ്ഥിതി തിരിച്ചെടുത്ത് അവിടുന്ന് കൂടുതൽ പുരോഗതിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാനാകും? ഇതാണ് ഗൗരവമായി നാം ചിന്തിക്കേണ്ട വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. നാടിനെ പുരോഗമനോന്മുഖമായി മാറ്റിയെടുക്കാൻ എക്കാലത്തും നിലകൊണ്ടവരാണ് കലാസാഹിത്യ രംഗം, സാംസ്കാരിക രംഗം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പ്രത്യേക ചുമതല ഉള്ളവരാണ് കലാസാഹിത്യ രംഗത്തുള്ളവർ, സാംസ്കാരിക രംഗത്തുള്ളവർ എന്നത് തിരിച്ചറിയാനാവണം. അന്താരാഷ്ട്ര ഫോക്ലോർ ഫെസ്റ്റിവൽ ഉടൻ സംഘടിപ്പിക്കുമെന്നും രാജ്യത്താദ്യമായി കേരളത്തിൽ സാംസ്കാരിക ഡയറക്ടറേറ്റ് ആരംഭിക്കുമെന്നും അധ്യക്ഷത വഹിച്ചുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ചടങ്ങിൽ പ്രമുഖ കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരായ ആദ്യകാല നടി നിലമ്പൂർ ആയിഷ, നർത്തകി കലാമണ്ഡലം ക്ഷേമാവതി, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണൻ, സംവിധായകൻ തരുൺ മൂർത്തി, ഡോക്ടർ ഭാനുമതി തുടങ്ങി 15 പേരെ മുഖ്യമന്ത്രി ആദരിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് നിന്നുള്ളവരുമായി സംവദിച്ചു. മന്ത്രിമാരായ കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു, കടന്നപ്പള്ളി രാമചന്ദ്രൻ, കെ രാധാകൃഷ്ണൻ MP, മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S അയ്യർ തുടങ്ങിയവർ സന്നിഹിതരായി. കലാകാരരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഉയർന്ന അഭിപ്രായങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. 14 ജില്ലകളിൽ നിന്നുള്ള 2500ഓളം കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.
ഭിന്നശേഷിക്കാരോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്നുവരുന്ന എന്റെ കേരളം പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ തൃശൂർ ജില്ലയിലെ ഗുണഭോക്താക്കൾക്ക് നൽകുന്ന സഹായ വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷി വിഭാഗങ്ങളുടെ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ച് അവരുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രോത്സാഹനവും വിപണനത്തിനുള്ള സൗകര്യങ്ങളും പ്രാവർത്തികമാക്കുവാനുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ്. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാരുടെ സാധ്യതകൾ നല്ലതുപോലെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സംവിധാനമായിരിക്കും ഒരുക്കുക. സമൂഹത്തിൽ 1ാം സ്ഥാനം നൽകേണ്ടത് ഭിന്നശേഷിക്കാർക്കാണെന്ന നല്ല ധാരണ സർക്കാരിനുണ്ടെന്നും ഭിന്നശേഷി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ഏർലി ഡിറ്റക്ഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ നമുക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. നിരവധി പേർക്കുള്ള സഹായം മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. ഞാൻ കരുതുന്നത് ഏറ്റവും നിലവിൽ വരിക എന്ന് കരുതുകയാണ്. തൃശൂർ നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും 25 കിലോ കഞ്ചാവ് വെസ്റ്റ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 4 ഇതര സംസ്ഥാനക്കാരായ യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ആഷിഖ് മുള്ള, മഹാസിൻ മണ്ഡൽ, മിറാജ്, താക്കിബുൾ എന്നിവരെയാണ് വെസ്റ്റ് SI സെസിൽ കൃഷ്ണൻരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ASI ഹരിഹരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ്, ഫിനു ഫ്രാൻസിസ്, CPOമാരായ രഞ്ജിത്ത്, അഖിൽ, ഹോംഗാർഡ് ഡേവിസ് എന്നിവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടു. തിങ്കളാഴ്ച പുലർച്ചെ 4 മുതലാണ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടത്. 10 മണിക്കൂറുകളോളം നീണ്ട കുരുക്ക് ഉച്ചയ്ക്ക് 2-ന് ശേഷമാണ് തീർന്നത്. വാഹനങ്ങളുടെ നിര കുതിരാൻ തുരങ്കം വരെ നീണ്ടു. ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കുഴികൾ രൂപപ്പെട്ടതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. ഇതിനു പുറമെ ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണവും ഗതാഗതക്കുരുക്കിനിടയാക്കി. കല്ലിടുക്ക് മുതൽ കുതിരാൻ തുരങ്കം വരെയുള്ള 5 കിലോമീറ്ററോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. സ്വകാര്യ ബസ്സുകൾ സർവീസ് പൂർത്തിയാക്കാനാകാതെ പാതി വഴിയിൽ സർവീസ് നടത്തി. കുട്ടനല്ലൂരിൽ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് ബൈക്കിലെത്തിയ യുവാവ് 6000 രൂപ കവർന്നു. എരവിമംഗലം സ്വദേശി ആദംകാവിൽ വീട്ടിൽ രാമദാസിന്റെ പണമാണ് നഷ്ടമായത്. കുട്ടനല്ലൂർ ദേശീയപാതയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്നതിനിടെ ബൈക്കിലെത്തിയ യുവാവ് 500 രൂപ സമ്മാനം ലഭിച്ചുവെന്ന് പറഞ്ഞ് നമ്പർ തിരുത്തിയ 12 ടിക്കറ്റുകൾ നൽകിയാണ് പണം തട്ടിയത്. 3000 രൂപ പണമായും ബാക്കി 3000 രൂപയ്ക്കുള്ള ലോട്ടറി ടിക്കറ്റും കൈക്കലാക്കിയ ഇയാൾ ഉടൻ സ്ഥലം വിട്ടു. ഈ ലോട്ടറികൾ മാറുന്നതിനായി രാമദാസ് ഏജൻസിയിൽ നൽകിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. 148235 എന്ന യഥാർത്ഥ നമ്പർ തിരുത്തി 143235 എന്നാക്കിയാണ് യുവാവ് തട്ടിപ്പ് നടത്തിയത്. പരാതി നൽകാൻ ഉള്ളൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ രാമദാസിന്റെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ SI ജയനാണ് ലോട്ടറി എടുക്കാൻ ആവശ്യമായ പണം രാമദാസിന് നൽകിയത്. സമീപത്തെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാവക്കാട് നഗരസഭ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പുന്ന ക്ഷേത്രോത്സവത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച മുതുവട്ടൂർ സ്വദേശി നിസാമിന്റെ മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താതെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചയച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ മുന്നോട്ടു പോകാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു. മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ മാറ്റിയത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ KPCC മെമ്പർ C ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫെബിൻ രാജ് അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് KV സത്താർ, സംസ്ഥാന സെക്രട്ടറിമാരായ നിഖിൽ G കൃഷ്ണൻ, CS സൂരജ്, ജില്ലാ സെക്രട്ടറി അരവിന്ദൻ പല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വേണ്ടത്ര ഈ വിഷയത്തെക്കുറിച്ച് വിശകലനം ചെയ്ത് പഠിക്കാത്തത് കൊണ്ടാണ് വേണ്ടത്ര വിവരമില്ലാത്തത് കൊണ്ട് വേണ്ടത്ര ഈ വിഷയത്തെക്കുറിച്ച് വിശകലനം ചെയ്ത് പഠിക്കാത്തത് കൊണ്ടാണ് നിസാമുദ്ദീന്റെ കുടുംബത്തിന് ഇങ്ങനൊരു ദുരന്തം വരേണ്ടി വന്നത്. ചാവക്കാട് നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് നടപടി അപഹാസ്യമാണെന്ന് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. യുവാവിന്റെ ചികിത്സയും മരണവും തുടർന്നുള്ള പോസ്റ്റ്മോർട്ടം നടപടികളും തദ്ദേശ ഭരണവുമായി ബന്ധപ്പെട്ട് വരുന്നതല്ലെന്നും ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ട നടപടികളാണ്. തദ്ദേശ ഭരണവുമായി ബന്ധമില്ലാത്ത ഒരു കാര്യത്തിൽ നഗരസഭയെ വലിച്ചിഴയ്ക്കുന്ന നിർദ്ദിഷ്ട രാഷ്ട്രീയം ജനം തിരിച്ചറിയണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. വളരെ ദാരുണമായി പുന്ന ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ഒരു യുവാവിൻ്റെ മൃതദേഹം
അത് ഏറ്റവും അടിയന്തിരമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് തന്നെയാണ് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ നമ്മൾ ആഗ്രഹിച്ചത്. തൃപ്രയാർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ സമയത്തെ ചൊല്ലിയുള്ള ഏറെ നാളത്തെ തർക്കത്തിന് പരിഹാരമാകുന്നു. തർക്കം പരിഹരിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പിലെ എൻഫോഴ്സ്മെന്റ് വിഭാഗം സർവേ നടപടികൾ ആരംഭിച്ചു. വകുപ്പ് മന്ത്രിയുടെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. തൃപ്രയാറിൽ നിന്ന് കാട്ടൂർ വഴി ഇരിങ്ങാലക്കുടയിലേക്ക് 2 റൂട്ടുകളിലൂടെയാണ് സർവീസ് നടത്തുന്നത്. കാരളം ശാന്തി റോഡ് പിന്നിടുമ്പോൾ റൂട്ടുകൾ ഒന്നായി മാറുന്നു. ഇതുമൂലം സമയത്തെ ചൊല്ലിയുള്ള തർക്കം നിത്യസംഭവമായി മാറിയിരുന്നു. ബസ്സുടമ എടത്തിരുത്തി സ്വദേശി മോഹനൻ ഗതാഗത വകുപ്പ് മന്ത്രിക്കും കമ്മീഷണർക്കും നൽകിയ പരാതിയിലാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി ആരംഭിച്ചത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ R സുജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ബസ് റൂട്ടിലെ സ്ഥലങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തുന്നതും സമയക്രമങ്ങൾ പാലിക്കുന്നതിനുമായി സ്റ്റോപ്പുകളിൽ മാർക്ക് ചെയ്യുകയും ചെയ്തു. നടപടികൾ പൂർത്തിയാകുന്നതോടെ തൃപ്രയാർ ഇരിങ്ങാലക്കുട റൂട്ടിലെ സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ ബിജു പറഞ്ഞു. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശിച്ചു. അഴീക്കോട് ഓരുജല മത്സ്യ വിത്തുൽപാദന കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ശേഷം അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ എത്തിയപ്പോഴാണ് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ വലിയ പദ്ധതികളിലൊന്നാണ് അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണമെന്നും മന്ത്രി പറഞ്ഞു. ET ഡയസൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. തൃശൂരിൽ നടന്ന അരങ്ങ് കുടുംബശ്രീ സർഗോത്സവം സമാപിച്ചു. ജില്ലയിലെ 7 ബ്ലോക്ക് ക്ലസ്റ്ററുകളിലെ വിജയികൾ മത്സരിച്ച ജില്ലാ കലോത്സവത്തിൽ 220 പോയിന്റ് നേടി മുല്ലശ്ശേരി, തളിക്കുളം, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഓവറോൾ ചാമ്പ്യന്മാരായി. പുല്ലുങ്കര, പുഴയ്ക്കൽ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തുകൾ 136 പോയിന്റ് നേടി 2ാം സ്ഥാനവും ചൊവ്വന്നൂർ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തുകൾ 132 പോയിന്റ് നേടി 3ാം സ്ഥാനവും നേടി. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന സമാപന സമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. വിജയികൾക്കുള്ള സമ്മാനദാനം മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, പുല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സലീൽ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര കുഴൽപ്പണ കേസിൽ ED ഉദ്യോഗസ്ഥൻ ശേഖർ കുമാർ BJPക്കായി പണം കൈപ്പറ്റിയതായി തിരൂർ സതീഷ് ആരോപിച്ചു. പണം വാങ്ങിയ ശേഷം BJP നേതാക്കളെ വെള്ളപൂശുന്ന റിപ്പോർട്ടാണ് ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ സമർപ്പിച്ചതെന്ന് തിരൂർ സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ പറഞ്ഞ നിലപാട് ശരിയാണെന്ന് ഇപ്പോൾ തെളിയുകയാണ്. BJP നേതാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവരെ ഒഴിവാക്കി ED കുറ്റപത്രം സമർപ്പിച്ചതെന്നും തിരൂർ സതീഷ് കുറ്റപ്പെടുത്തി. പാർട്ടിയുടെ നേതാക്കന്മാരെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ED BJP നേതാക്കന്മാരെ ഒഴിവാക്കിയിട്ട് കുറ്റപത്രം കൊടുത്തിട്ടുള്ളത്. അന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് BJP നേതാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ ED ഉദ്യോഗസ്ഥനെ കശുവണ്ടി വ്യവസായിയുടെ കയ്യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് വിജിലൻസ് കേസ് എടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണ് എന്നുള്ളത് ബോധ്യപ്പെടുകയാണ് പൊതുസമൂഹത്തിന്. ED ചെയ്യേണ്ട കാര്യം സത്യസന്ധമായിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ് അവർ പാർട്ടി നേതാക്കന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ശേഖർ കുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് വിജിലൻസ് 1ാം പ്രതിയായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് കൊടകര കുഴൽപ്പണ കേസിൽ BJP നേതാക്കളെ വെള്ള പൂശിക്കൊണ്ട് കുറ്റപത്രം കോടതിയിൽ PMLA കോടതിയിൽ ED കൊടുത്തിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പൈസ വാങ്ങണേൻ്റെ മെയിൻ ആളാണെന്നുള്ളത് തെളിഞ്ഞല്ലോ. 2 കോടി രൂപ വാങ്ങിയിട്ട് വിജിലൻസ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ 1ാം പ്രതി ചേർത്തിട്ട് കേസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് പണം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് എന്തിനും ഇദ്ദേഹം കൂട്ടുനിൽക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ളൊരു നിലപാടുകളാണ് പല കേസുകളും ഈ ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഈ കൊടകര കേസിലും ഇദ്ദേഹം ഈ നിലപാട് സ്വീകരിച്ചിട്ട് കുറ്റപത്രം കൊടുത്തിട്ടുള്ളത്.
ഇലത്താള കലാകാരൻ കീനൂർ മണികണ്ഠന്റെ മരണകാരണം ഹൃദയാഘാതമെന്ന് പോലീസ്. കല്ലൂർ പാടംവഴിയിൽ മണികണ്ഠനെ ഞായറാഴ്ച രാത്രിയാണ് വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. സ്കൂട്ടറിൽ വരുന്നതിനിടെ ഹൃദയാഘാതമുണ്ടായതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. റോഡരികിൽ വീണുകിടന്ന മണികണ്ഠനെ സമീപത്തായി സ്കൂട്ടർ മറിഞ്ഞുകിടന്നിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കീനൂർ അനുഷ്ഠാന കലാക്ഷേത്രത്തിൽ മേളം അഭ്യസിച്ച മണികണ്ഠൻ ഏഷ്യാഡ് ശശിമാരാരുടെ ശിഷ്യനായിരുന്നു. 2 പതിറ്റാണ്ടിലേറെയായി വാദ്യകലാരംഗത്ത് സക്രിയമായിരുന്ന മണികണ്ഠൻ തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ മേളത്തിൽ പതിവുകാരനായിരുന്നു. ആറാട്ടുപുഴ പൂരം, പെരുവനം പൂരം, കൂടൽമാണിക്യം, തൃപ്പൂണിത്തുറ തുടങ്ങി പ്രധാന പൂരങ്ങളിലും പങ്കാളിയായിട്ടുണ്ട്. അതിരപ്പള്ളി ചാർപ്പ വെള്ളച്ചാട്ടം ശക്തമായി. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിവരെ നേർത്ത ജലപാതമായിരുന്നുവെങ്കിൽ പിന്നീട് സ്ഥിതി മാറി. മഴ കനത്തു തുടങ്ങിയ ഒഴുക്ക് മിനിറ്റുകൾക്കകം ശക്തമാവുകയായിരുന്നു. കുണ്ടൂർമേട്, ബഡാപ്പാറ തുടങ്ങിയ വനപ്രദേശങ്ങളിൽ പെയ്ത് ശക്തമായ മഴയാണ് വെള്ളച്ചാട്ടത്തിന്റെ രൂപം മാറ്റിയത്. സാധാരണ കാലവർഷം ശക്തമാകുമ്പോഴാണ് ചാർപ്പയ്ക്കും പുതുജീവൻ വയ്ക്കാറുള്ളത്. ഇടവിട്ട് വേനൽ മഴ ലഭിച്ചതോടെ ഇക്കുറി ചാർപ്പയുടെ പാറക്കെട്ടുകൾ വറ്റിവരട്ട് കിടന്നുമില്ല. ചാലക്കുടി പുഴയുടെ കാടുകുറ്റി പനമ്പള്ളി കടവിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കാടുകുറ്റി അറക്കൽ വീട്ടിൽ 37 വയസ്സുള്ള ക്ലാരൻസ് ആണ് മരിച്ചത്. കൂട്ടുകാരനൊപ്പം കുളിക്കാനിറങ്ങിയ ക്ലാരൻസ് നീന്തുന്നതിനിടെ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. ചാലക്കുടി ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസിൽ പോരുമുറുകുന്നു. കോൺഗ്രസ് സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് DCC നടപടി നേരിട്ട TV പൗലോസ് ബീരോലിപ്പാടം ക്ഷീരസംഘം പ്രസിഡന്റ് സ്ഥാനവും ഡയറക്ടർ സ്ഥാനവും രാജിവെച്ചു. DCC പൗലോസിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് രാജി. തലപ്പിള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ പിൻവലിച്ചതിനാണ് നടപടിയെന്നാണ് DCC നേതൃത്വം പറയുന്നത്. എന്നാൽ സംഘം പ്രസിഡന്റുമാരുടെയും സഹപ്രവർത്തകരുടെയും ആവശ്യപ്രകാരം നോമിനേഷൻ നൽകിയെങ്കിലും തുടർന്ന് പാർട്ടിയുടെ മണ്ഡലം മുതൽ DCC വരെയുള്ള ഒരു നേതാവും തന്നെ ബന്ധപ്പെടുകയോ പാർട്ടിയുടെ പാനലിൽ സ്ഥാനാർത്ഥിയാണെന്ന് അറിയിക്കുകയോ ചെയ്യാത്തതിനാൽ ഉത്തരവാദിത്തമുള്ള കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നോമിനേഷൻ പിൻവലിക്കുകയാണുണ്ടായതെന്ന് പൗലോസ് പറഞ്ഞു. അപ്പോൾ പാർട്ടി തന്നെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഇനിയിപ്പോൾ പാർട്ടിക്ക് തന്നെ ആവശ്യമില്ലായിരിക്കും. അപ്പോൾ നമുക്കൊരു മാനസിക സംഘർഷം ഉണ്ടല്ലോ. കഴിഞ്ഞ രമ്യ ഹരിദാസിൻ്റെ ആദ്യത്തെ പാർലമെൻറ്റിന് 489 വോട്ടാണ് ഇവിടുന്ന് പ്ലസ് കൊടുത്തത്. ഈ പ്രാവശ്യം 430 വോട്ടോളം എൻ്റെ ബൂത്തുനിന്ന് പ്ലസ് കൊടുത്താണ്. അതിനെല്ലാം മുന്നിൽ നിന്നാണ് ഞാൻ തന്നെയാണ്. 30-35 വർഷമായിട്ട് ഈ പാർട്ടിയെ അവിടെ മുന്നിൽ നിന്ന് നയിക്കുന്ന ആളാണ് ഞാൻ. അപ്പം എന്നെ യാതൊരു കാരണവും കൂടാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പിന്നെ അത് ഈ നടപടിയാണ്. എന്നെ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് ജില്ലാ പ്രസിഡന്റോ ബ്ലോക്ക് പ്രസിഡന്റോ മണ്ഡലം പ്രസിഡന്റോ എന്നെ അറിയിച്ചിട്ടില്ല. ഞാൻ 2-3 പ്രസിഡന്റുമാരായിട്ടും എൻ്റെ സഹപ്രവർത്തകരുടെ ആലോചിച്ച് നോമിനേഷൻ കൊടുത്തു. ഞാനത് പിൻവലിച്ചു. ഇത്രമാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. 400-ലധികം വോട്ട് നൽകുന്ന ഒരു ബൂത്തിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന പരിഗണന പോലും നൽകാതെ എടുത്ത ഈ നടപടിയിൽ പ്രതിഷേധിച്ചാണ് തന്റെ രാജിയെന്നും TV പൗലോസ് പറയുന്നു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. പാറമേക്കാവിലെ പുതിയ കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പാറമേക്കാവ് കോമ്പൗണ്ടിലേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കുന്നതല്ല. ക്ഷേത്രത്തിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള പ്രധാന പ്രവേശന കവാടങ്ങൾ ചൊവ്വാഴ്ച മുതൽ അടച്ചിടും. ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപവും അടച്ചിടും. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പാറമേക്കാവിൽ അന്നദാനവും ഉണ്ടായിരിക്കില്ലെന്നും ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കൊഴുക്കുള്ളി സ്വദേശി കേളങ്ങത്ത് വീട്ടിൽ ജിഷ്ണുവിനെയാണ് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച കാപ്പ ഉത്തരവ് പ്രകാരം മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. ജയിലിലാക്കിയത് മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 2 കൊലപാതകങ്ങൾ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ ജിഷ്ണു 9ഓളം ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. ഒരു ക്രിമിനൽ കേസിൽ ജാമ്യം കിട്ടി ഇറങ്ങിയപ്പോഴാണ് കാപ്പ നിയമപ്രകാരം മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൈവശ ഭൂമിയിലെ അപകടകരമായ മരങ്ങളും മരച്ചില്ലകളും മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ അതാത് വകുപ്പ് മേധാവികൾ സ്വീകരിക്കേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയത്. കൈവശ ഭൂമിയിലെ അപകടകരമായ മരങ്ങളും മരച്ചില്ലകളും മുറിച്ചു മാറ്റാത്ത സ്ഥലങ്ങളിൽ മരച്ചില്ല ഒടിഞ്ഞു വീണോ മരം കടപുഴകി വീണോ എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചാൽ സ്ഥലം ഉടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. ഓറഞ്ച് ബുക്ക് പ്രകാരം സ്വീകരിക്കേണ്ട മഴക്കാല മുന്നൊരുക്കങ്ങൾ അതാത് വകുപ്പുകളിൽ നടപ്പിലാക്കുന്നുണ്ടെന്ന് ജില്ലാ ഓഫീസർമാർ ഉറപ്പുവരുത്തേണ്ടതാണെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി.
BJP സിറ്റി ജില്ലാ നേതൃശില്പശാല BJP ഓഫീസിൽ നടന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രഭാരി MB ഗോപകുമാർ, സംസ്ഥാന സമിതി അംഗം ഷോൺ ജോർജ്, സംസ്ഥാന സെൽ കോർഡിനേറ്റർ അശോകൻ കുളനട എന്നിവർ ക്ലാസ് എടുത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, മുൻ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. IFFT ജനസംസ്കാര ചലച്ചിത്ര കേന്ദ്രത്തിന്റെയും തൃശൂർ പബ്ലിക് ലൈബ്രറിയുടെയും അസോസിയേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് കേരളയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഷാജി എൻ കരുൺ അനുസ്മരണം സംഘടിപ്പിച്ചു. തൃശൂർ പബ്ലിക് ലൈബ്രറിയിൽ നടന്ന അനുസ്മരണ യോഗം KSFDC മാനേജിംഗ് ഡയറക്ടർ PS പ്രിയദർശൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് PV കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ B. മോഹനകൃഷ്ണൻ, M. തങ്കമണി, MP സുരേന്ദ്രൻ, ഡോക്ടർ ജസ്മി തുടങ്ങിയവർ സംസാരിച്ചു. ഷാജി സാറിൻ്റെ വിയോഗത്തിന് ശേഷം നിരവധി അനുസ്മരണ യോഗങ്ങളിൽ ഇതുപോലെ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ തിരുവനായ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് നഗരസഭ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ബഹളം. പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തവരുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്ത നടപടി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷവും LDF നേതാക്കളും ആവശ്യപ്പെട്ടതാണ് യോഗത്തിൽ ചേരിതിരിവിന് ഇടയാക്കിയത്. ജനകീയ വികാരം കണക്കിലെടുത്താണ് നഗരസഭ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തിയതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ഭരണപക്ഷത്തുള്ളവർ എതിർത്തതോടെ ബഹളം രൂക്ഷമാവുകയും പ്രതിപക്ഷം യോഗം ബഹിഷ്കരിക്കുകയുമായിരുന്നു. നഗരത്തിലെ തെരുവുനായകളെ ക്യാച്ചർമാരെ ഉപയോഗപ്പെടുത്തി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ യോഗത്തിൽ തീരുമാനമായതായി ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു. വീടുകളിൽ വളർത്തുന്ന എല്ലാ നായകൾക്കും ലൈസൻസ് എടുക്കണമെന്ന തീരുമാനം കർശനമായി നടപ്പിലാക്കും. പേവിഷബാധയുള്ള തെരുവുനായ കടിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 2 പേരുടെ മുഴുവൻ ചികിത്സാ ചെലവും നഗരസഭ വഹിക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ C. ശ്രീദേവി, അഡ്വക്കേറ്റ് ബിജു ചിറയത്ത്, ഫാദർ വർഗീസ് പാത്താടൻ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ തുടങ്ങിയവർ പങ്കെടുത്തു. മോഹൻലാലിന് വേറിട്ട ജന്മദിന സമ്മാനവുമായി ഡാവിഞ്ചി സുരേഷ്. വിവിധ ഇനങ്ങളിലും നിറങ്ങളിലുമുള്ള ചക്കച്ചുള, ചക്കക്കുരു, ചക്കപ്പോള, ചക്കമടൽ തുടങ്ങി ചക്കയുടെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് മോഹൻലാലിന്റെ മുഖം ഒരുക്കിയിരിക്കുകയാണ് ഡാവിഞ്ചി സുരേഷ്. 65 വയസ്സ് തികയുന്ന മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിന്റെ ചിത്രം തീർത്തിരിക്കുന്നത് 65 ഇനം പ്ലാവുകളുള്ള തോട്ടത്തിന് നടുവിലാണ്. ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള പ്ലാവിലകളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. തൃശൂർ വേലൂരിലെ കുറുമാൽ കുന്ന് വർഗീസ് തരകന്റെ ആയുർജാക്ക് ഫാമിലാണ് ഡാവിഞ്ചി സുരേഷിന്റെ 97ാം മീഡിയമായ ചക്ക ചിത്രം പിറവി കൊണ്ടത്. 8 അടി വലിപ്പത്തിലും 2 അടി ഉയരത്തിലും തട്ടുണ്ടാക്കി തുണി വിരിച്ച് അതിൽ മോഹൻലാലിന്റെ മുഖം സ്കെച്ച് ചെയ്താണ് ചക്കച്ചുളകൾ നിരത്തിയത്. 5 മണിക്കൂർ സമയമാണ് ഇതിനായി ചെലവഴിച്ചത്. ഏകദേശം 20 ചക്കയോളം ഇതിനായി ഉപയോഗിച്ചു. അപൂർവമായി മാത്രം കിട്ടുന്ന ചുവന്ന ചക്കയാണ് ഈ ചിത്രം ചെയ്യാനുള്ള പ്രചോദനമായതെന്നും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ അന്വേഷണത്തിനൊടുവിലാണ് ആയുർജാക്ക് ഫാമിലെ വർഗീസ് തരകന്റെ പിന്തുണയോടെ ചിത്രം പൂർത്തിയാക്കാൻ സാധിച്ചതെന്നും ഡാവിഞ്ചി സുരേഷ് പറഞ്ഞു. ചുവന്ന ചക്ക കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പടം ചെയ്യാൻ തീരുമാനിച്ചത്. സാധാരണ മഞ്ഞച്ചക്ക കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു ചുവന്ന ചക്ക അന്വേഷിച്ച് നടന്ന കൂട്ടത്തിലാണ് നമ്മളുടെ വർഗീസേട്ടനെ പരിചയപ്പെടുന്നത്. ഈ വർഗീസേട്ടൻ ഇവിടുത്തെ ഒരു വലിയൊരു സംഭവമാണ്. കാരണം ഇവിടെ ഏതാണ്ട് എത്ര തരം പ്ലാവ്? 65 ഇനം പ്ലാവുകളുണ്ട്. 65 ഇനം പ്ലാവുകളാണ് ഈ ഒരു തോട്ടത്തിലുള്ളത്. UN അവാർഡ് നേടിയ കേരളത്തിലെ ആദ്യത്തെ പ്ലാവിൻ തോട്ടമായ ആയുർജാക്ക് ഫാമിലെ തൊഴിലാളികളും ക്യാമറാമാൻ സിംബാദും സുഹൃത്തുക്കളായ റിയാസ് മാടവനയും സെയ്ദ് ഷാഫിയുമാണ് ഡാവിഞ്ചി സുരേഷിന് സഹായികളായി ഉണ്ടായിരുന്നത്. MLA സേവ്യർ ചിറ്റിലപ്പള്ളി ചിത്രം കാണാനെത്തിയിരുന്നു. ഒരു ചിത്രത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു തീം, പ്രത്യേകിച്ച് ചക്ക, ആ തീം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചക്കയുടെ കുരു, ചക്കയുടെ ചൗഞ്ഞി, അതുപോലെ തന്നെ പോള, ചക്കയുടെ മടല് തന്നെ കറുപ്പ് കളറിലേക്ക് എത്തിയ ഉണങ്ങിയ മടല്, അതിലേറ്റവും ഗംഭീരമായിട്ടുള്ളത് വെറൈറ്റി നിറങ്ങളോടുകൂടിയ ചക്കച്ചുളകളാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.
സംസ്ഥാനത്തെ +2 പരീക്ഷാ ഫലം ഈ മാസം 22-ന് പ്രഖ്യാപിക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായതായി മന്ത്രി അറിയിച്ചിരുന്നു. 4,44,707 വിദ്യാർത്ഥികളാണ് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ബസ് ആക്രമിച്ച് ജീവനക്കാരെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച 3 പേരെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാരളം വെള്ളാനി സ്വദേശികളായ കൊല്ലായിൽ വീട്ടിൽ സേതു, കുറുവത്ത് വീട്ടിൽ ബബീഷ്, പുല്ലത്ത് വീട്ടിൽ സബിൽ എന്നിവരെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ബൈക്കിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കാരളം ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന മംഗലത്ത് ബസ് തടഞ്ഞു നിർത്തി കണ്ടക്ടർ താണിശ്ശേരി സ്വദേശി റനീദിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ഡ്രൈവർ മാള സ്വദേശി വിനോദിനെ പരിക്കേൽപ്പിക്കുകയും ബസിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ER ബൈജു, സബ് ഇൻസ്പെക്ടർമാരായ ബാബു ജോർജ്, തോമസ്, സീനിയർ CPO ധനേഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കൊടുങ്ങല്ലൂരിൽ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. മേത്തല കണ്ടംകുളം സ്വദേശി പുതിയടത്ത് വീട്ടിൽ പ്രബീഷിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ മെയ് 6-ാം തീയതിയായിരുന്നു സംഭവം. കുടുംബവഴക്കിനെ തുടർന്ന് പ്രബീഷ് തന്റെ ഭാര്യ സജിയെ നിലവിളക്കുകൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സജി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സബ് ഇൻസ്പെക്ടർമാരായ K. സാലിം, കശ്യപൻ, സീനിയർ CPOമാരായ ജിജിൻ ജെയിംസ്, ധനേഷ്, CPO വിഷ്ണു എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. CPM തൃശൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. തൃശൂർ MG റോഡിൽ ശങ്കരയ്യ ജംഗ്ഷന് സമീപം പുതുക്കി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ നിർവഹിച്ചു. എലിവേഷൻ പ്രകാശനം സംസ്ഥാന കമ്മിറ്റി അംഗം PK ബിജു ജില്ലാ സെക്രട്ടറിക്ക് നൽകി നിർവഹിച്ചു. CPM തൃശൂർ ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, AC മൊയ്തീൻ MLA, CPM മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, മുൻ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, PK ഷാജൻ, K. രവീന്ദ്രൻ തുടങ്ങി നിരവധി പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും പങ്കെടുത്തു. പൊതുയോഗം ആഫീസ് പുതുക്കി 2022 മുതൽ നമ്മുടെ ഈ സ്വാഗതം ആശംസിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ഗുരുതര ലൈംഗിക അതിക്രമ കേസുകളിൽ മുഴുവൻ കേസുകളും അന്വേഷണം പൂർത്തിയാക്കി തൃശൂർ സിറ്റി പോലീസ്. മുഴുവൻ കേസുകളിലും അന്വേഷണം പൂർത്തിയാക്കി കോടതിക്ക് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ അറിയിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ 35 മുതൽ 40% വരെ കേസുകളാണ് അന്വേഷണം പൂർത്തിയാക്കിയതെങ്കിൽ ഈ വർഷം 100% കേസുകളും അന്വേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസുകളിൽ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ച 12 കേസുകളും 60 ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചുവെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. മാള അഷ്ടമിച്ചിറ കോൾക്കുന്നിലെ ഗോഡൌണിൽ നിന്ന് യന്ത്രങ്ങളുടെ 3 ലക്ഷം രൂപ വില വരുന്ന ഭാഗങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 3 പേരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. കോൾക്കുന്ന് സ്വദേശികളായ പള്ളിയിൽ വീട്ടിൽ ശ്രീചന്ദ്, താവാട്ട് വീട്ടിൽ സജയൻ, പുല്ലുപറമ്പിൽ ഗിരീഷ് എന്നിവരെയാണ് മാള SI KR സുധാകരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അഷ്ടമിച്ചിറ സ്വദേശി കവണപ്പള്ളി വീട്ടിൽ മുരളീധരന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിന്റെ പുറകുവശത്തെ ഷീറ്റ് മുറിച്ചു നീക്കിയാണ് പ്രതി മോഷണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. വാണിജ്യം. അത്യാധുനിക നേത്രചികിത്സാ സംവിധാനങ്ങളുടെ വിശ്വാസത്തിന്റെ നേർക്കാഴ്ചയുമായി ഒല്ലൂരിൽ പ്രവർത്തിച്ചുവരുന്ന ഫൈഡസ് ഐ കെയർ ഹോസ്പിറ്റലിന്റെ 1-ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. ഒല്ലൂർ പള്ളി ബസ് സ്റ്റോപ്പിന് സമീപത്തെ ഫൈഡസ് ഐ കെയർ ഹോസ്പിറ്റൽ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി ഫൈഡസ് സംഘടിപ്പിച്ച മാരത്തോണിൽ ശാരീരിക അവശതകൾ മറികടന്ന് 5 കിലോമീറ്റർ പൂർത്തിയാക്കിയ വിനോദിനെയും ഫൈഡസിനൊപ്പം തുടക്കം മുതൽ പ്രവർത്തിച്ചു വരുന്ന ജീവനക്കാരെയും മന്ത്രി അനുമോദിച്ചു. ഫൈഡസ് മാനേജിംഗ് പാർട്ണർ വിഷ്ണു ശങ്കർ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറാന പള്ളി വികാരി ഫാദർ വർഗീസ് കുത്തൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. 100 പേരുടെ നേത്രദാന സമ്മതപത്രം ഐ ഡൊണേഷൻ കേരള കോർഡിനേറ്റർ ജയേഷിന് ചടങ്ങിൽ കൈമാറി. കൂടാതെ വിവിധ വിഭാഗം പ്രിവിലേജ് കാർഡുകളുടെയും 6 പേർക്ക് സൗജന്യ കന്നഡ വിതരണവും നടന്നു. കോർപ്പറേഷൻ കൗൺസിലർ CP പോളി, BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്,
സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആന്റോ ഡി ജോസഫ്, ഫൈഡസ് മാനേജിംഗ് പാർട്ണർ ശ്യാം മേനോൻ, ഓപ്പറേഷൻസ് മാനേജർ സിനോജ് അറക്കൽ എന്നിവർ പങ്കെടുത്തു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിർധന വ്യക്തിക്ക് സൗജന്യമായി തിമിര ശസ്ത്രക്രിയ ഫൈഡസ് ചെയ്തു നൽകി. ഇതിനു പുറമെ സർജറികൾക്ക് 20% വരെയും കണ്ണടകൾക്ക് 50% വരെയും ഇളവുകളും ഈ മാസം 31 വരെ എല്ലാവർക്കും 25 മുതൽ 31 വരെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രത്യേക സൗജന്യ നേത്ര പരിശോധനയും ഫൈഡസ് ഒരുക്കി നൽകുന്നു. വിശ്രമരഹിതവും അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുമുള്ള ടോപ്പിക്കൽ MICS തിമിര ശസ്ത്രക്രിയകളും ഇഞ്ചക്ഷൻ, തുന്നൽ, വേദന എന്നിവ ഇല്ലാതെയുള്ള ശസ്ത്രക്രിയകളുമെല്ലാം ഫൈഡസിന്റെ പ്രത്യേകതയാണ്. പീഡിയാട്രിക് കെയർ, ഒപ്റ്റിക്കൽ സ്റ്റോർ, ഫാർമസി, കോൺടാക്ട് ലെൻസ് ഉൾപ്പെടെയുള്ള സേവനങ്ങളും ആശുപത്രിയിൽ ലഭ്യമാണ്. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ രാത്രി 7 വരെ നേത്ര പരിശോധനാ സൗകര്യമുണ്ട്. ഞായറാഴ്ചകളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഫൈഡസിന്റെ സേവനം ലഭ്യമാണ്. പെരിങ്ങോട്ടുകര ലൂണ സെന്ററിൽ കുട്ടിയെ മഴയത്ത് റോഡരികിൽ കിടക്കുന്ന നിലയിൽ നാട്ടുകാർ കണ്ടെത്തി. തിങ്കളാഴ്ച രാത്രി 9:15 കുട്ടിയെ കണ്ടത്. സമീപത്ത് ഒരു സൈക്കിളും ഉണ്ടായിരുന്നു. നാട്ടുകാർ തൃപ്രയാർ ആശുപത്രിയിൽ നിന്ന് 108 ആംബുലൻസ് എത്തിച്ച് കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. ഇനി സ്വർണ്ണവില പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,755 രൂപ, പവന് 70,040 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,398 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. നവകേരളം യാഥാർത്ഥ്യമാകുന്നത് ഭേദജീന്യതയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കാനാകുമ്പോഴാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തെ പുറകോട്ട് വലിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ തുറന്നുകാട്ടാൻ കലാ സാംസ്കാരിക ലോകത്തിന് കഴിയണമെന്നും മുഖ്യമന്ത്രി. തൃശൂർ നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. 25 കിലോ കഞ്ചാവുമായി 4 ഇതര സംസ്ഥാനക്കാരായ യുവാക്കളെ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ യാത്രക്കാർ. മഴയിൽ കുഴികൾ രൂപപ്പെട്ടതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. കുട്ടനല്ലൂരിൽ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് ബൈക്കിലെത്തിയ യുവാവ് 6,000 രൂപ കവർന്നു. രവിമംഗലം സ്വദേശി രാമദാസാണ് തട്ടിപ്പിനിരയായത്. ഉല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാവക്കാട് നഗരസഭ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ആനയുടെ ആക്രമണത്തിൽ മരിച്ച യുവാവിന്റെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താതെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചയച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. യൂത്ത് കോൺഗ്രസ് നടപടി അപഹാസ്യമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്. തൃപ്രയാർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് പരിഹാരമാകും. തർക്കം പരിഹരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം സർവേ നടപടികൾ ആരംഭിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.